നൊയമ്പുകാലം 2-ാം വാരം ശനി. തിരുവചനം. അവൻ എഴുന്നേറ്റ് പിതാവിൻ്റെ അടുത്തേക്ക് ചെന്നു. ദൂരെ വച്ച് തന്നെ പിതാവ് അവനെ കണ്ടു. അവൻ മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 20-ാം തിരുവചനം. ഞാൻ 10-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞങ്ങൾക്ക് പഠിക്കുവാൻ ഒരു മലയാളം നോഡീറ്റെയിൽ ടെക്സ്റ്റ് ഉണ്ടായിരുന്നു, ഓടയിൽ നിന്ന്. ഇത് സാഹിത്യകാരനായ പി കേശവദേവ് എഴുതിയ നോവലാണ്. പപ്പുവാണ് ഇതിലെ പ്രധാനപ്പെട്ട കഥാപാത്രം. ബാലനായ പപ്പു ക്ലാസ്സിൽ കുഴപ്പം കാണിച്ചപ്പോൾ അധ്യാപകൻ അടികൊടുത്ത് അവനെ ക്ലാസ്സിന് പുറത്താക്കി. അവൻ ഓടി വീട്ടിൽ ചെന്ന് അമ്മയെ കെട്ടിപ്പിടിച്ചു. പി കേശവദേവ് എഴുതി, എല്ലാം പൊറുക്കുന്ന കോടതിയാണ് അമ്മയുടെ ഹൃദയം. ഇന്നത്തെ സുവിശേഷത്തിൽ നമുക്ക് സ്നേഹനിധിയായ ഒരു അപ്പനെ കാണാം. തൻ്റെ സ്വത്തുവിഹിതം വാങ്ങി ദൂർത്തടിച്ച് വീടുപേക്ഷിച്ച് പോയ മകനെ സ്വീകരിക്കുവാൻ എല്ലാ ദിവസവും കാത്തിരിക്കുന്ന ഒരു അപ്പൻ. എരിഞ്ഞ കൊള്ളി പുറത്ത് എന്നാണല്ലോ പ്രമാണം. എന്നാൽ ഇവിടെ ആ കൊള്ളി അപ്പൻ്റെ ഹൃദയത്തിൽ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ അപ്പന് ഉറങ്ങുവാൻ പറ്റുന്നില്ല. ഉമ്മറത്ത് വന്ന് എപ്പോഴും മകനെ കാത്തിരിക്കുകയാണ്. നോവലിൽ നിന്നും ഉപമയിൽ നിന്നും നാം ചരിത്രത്തിലേക്ക് കടന്നു വരികയാണ് എങ്കിൽ നാം എത്തിച്ചേരുന്നത് കാൽവരിയിലെ കുരിശിൻ ചുവട്ടിലാണ്. പ്രധാന പുരോഹിതന്മാരും നിയമജ്ഞന്മാരും കുരിശിൽ നിന്ന് ഇറങ്ങി വന്നാൽ ഞങ്ങൾ വിശ്വസിക്കാം എന്ന് വെല്ലുവിളിക്കുമ്പോൾ പടയാളികൾ ഒരുവൻ കുന്തം കൊണ്ട് യേശുവിൻ്റെ പാർശ്വം കുത്തി തുറന്നു. ആ ഹൃദയത്തിൽ നിന്ന് രക്തവും ജലവും ഒഴുകി. നോവലിലെ അമ്മയെയും ഉപമയിലെ അപ്പനെയും അതിശയിക്കുന്ന സ്നേഹമാണ് കുത്തിത്തുറക്കപ്പെട്ട യേശുവിൻ്റെ ഹൃദയത്തിൽ ജ്വലിച്ചു നിൽക്കുന്ന